ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വിത്ത് മീ ആദി. ഇന്ന് നമ്മളൊരു പനീർ റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. ഹോം മെയ്ഡ് പനീർ എങ്ങനെയാണ് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നത് നോക്കുന്നത്. വളരെ എളുപ്പമായിട്ട് തന്നെ ഈ പനീർ ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ ഒത്തിരി റെസിപ്പീസ് ഈ പനീർ വെച്ച് തന്നെ ചെയ്യാൻ പറ്റും. നമുക്ക് പനീർ ബട്ടർ മസാല, പനീർ ദോശ, പനീർ കടായി പനീർ, അങ്ങനെ ഒത്തിരി റെസിപ്പീസ് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിനെക്കാട്ടിലും എത്രയും കുറച്ചും കൂടെ ലാഭമാണ്, കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ടാണ് നമുക്ക് വീട്ടിൽ തന്നെ പനീർ ഉണ്ടാക്കാൻ പറ്റും. വെറും 2 ഇൻഗ്രീഡിയൻറ്റ് മാത്രം മതി. നമുക്ക് പാലും കുറച്ച് ലെമൺ ജ്യൂസും മാത്രം മതി. നമുക്ക് ഈ പനീർ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അപ്പം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം നമുക്ക് പാലൊഴിച്ചു കൊടുക്കാം. ഒരു നല്ല അടിക്കട്ടിയുള്ളൊരു പാത്രത്തിലേക്ക് നമുക്ക് പാല് ഒഴിച്ചു കൊടുക്കാം. ചൂടാക്കാം. ഇത് നന്നായിട്ട് ബോയിലാണ്, വെട്ടിത്തിളയ്ക്കണം എന്നില്ല. ജസ്റ്റ് ബോയിലായി തുടങ്ങുമ്പോഴത്തേക്കാണ് നമ്മൾ ഈ ലെമൺ ജ്യൂസ് ഒഴിക്കേണ്ടത്. ഇത് ബോയിലാകുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കരുത്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് ബോയിൽ ചെയ്യിപ്പിക്കാം. ഓക്കെ, നമ്മുടെ പാലിതാ ചൂടായിട്ടുണ്ട്. ഓക്കെ, പതഞ്ഞ് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് ഗ്യാസ് സ്ലോ ചെയ്ത് വെക്കാം. സിം ചെയ്ത് വെച്ചതിന് ശേഷം ഇളക്കി കൊടുത്തേക്കാം. നമുക്ക് കുറച്ചായിട്ട് ലെമൺ ജ്യൂസ്, ഞാനിവിടെ 2 ലെമണിൻ്റെ ജ്യൂസാണ് എടുത്ത് വെച്ചേക്കുന്നത്. ആവശ്യാനുസരണം നമുക്ക് ഒഴിക്കാം. ഒരു 4 to 5 ടേബിൾ സ്പൂൺ ആയിരിക്കും വേണ്ടി വരുന്നത്. പാല് പിരിഞ്ഞ് വരണം, അതുവരെ നമുക്കിത് ഒഴിച്ചു കൊടുക്കണം. കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ഓക്കെ, ഞാനിപ്പോൾ 2 സ്പൂൺ ഒഴിച്ചേക്കാണ്. അത് നമുക്ക് ഇതൊന്ന് ഇളക്കാം. തീ ഓഫ് ചെയ്യേണ്ട, സിമ്മിൽ തന്നെ വെച്ചിട്ട് വേണം നമുക്ക് ഈ ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഒരു 4 മുതൽ 5 ടേബിൾ സ്പൂൺ വരെ നമുക്ക് വേണ്ടി വരും ഈ പാല് പിരിയണം. 1 ലിറ്ററിൻ്റെ പാല് പിരിഞ്ഞ് കിട്ടാനായിട്ട്. ഇപ്പം തന്നെ അത് പിരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഇനിയും കുറച്ചും കൂടെ, ഒരു 2 സ്പൂൺ കൂടെ ഒഴിച്ചാൽ കറക്റ്റാവും. കംപ്ലീറ്റ് ഈ പനീറെല്ലാം ഒരുപോലെ വരും. അതുവരെ നമുക്ക് ഒരു സ്പൂൺ കൂടെ ഒഴിച്ചു കൊടുക്കാം. ഏതാണ്ട് 1.5 ലെമണായിരിക്കും നമുക്ക് ആവശ്യം വരുന്നത്. പാല് നല്ലതുപോലെ പിരിഞ്ഞു വന്നിട്ടുണ്ട്. ഇതാണ് പനീർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ഫ്ലെയിം ഓഫ് ചെയ്യാം. പനീർ ആയിട്ടുണ്ട്. നമുക്കിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് നമുക്ക് ഈ വെള്ളമെല്ലാം നമുക്ക് ഡ്രെയിൻ ചെയ്ത് കളയണം. ഓക്കെ, ഡ്രെയിൻ ചെയ്യാനായിട്ട് താഴെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ ഓട്ടയുള്ള പോലത്തെ ഒരു പാത്രം ഇതിൻ്റെ പുറത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ഒരു കർച്ചീഫ് തുണിയാണ് ഞാൻ യൂസ് ചെയ്തത്. അതുപോലത്തെ എന്തെങ്കിലും ഒരു നൈസ് കോട്ടൺ തുണി നമുക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മളിപ്പം ചെയ്ത് വെച്ചേക്കുന്ന ഈ പനീർ, അത് ആ വെള്ളം നമുക്ക് ഇതിലേക്ക് ഡ്രെയിൻ ചെയ്ത് കൊടുക്കാം. താഴെ കംപ്ലീറ്റ് ഡ്രെയിനായി പോകാനാണ് താഴെ ഓട്ടമുള്ള പാത്രം വെച്ചേക്കുന്നത്. പയ്യൊന്ന് നമ്മൾ ആ കംപ്ലീറ്റ് അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് 1 ഗ്ലാസ് പച്ചവെള്ളമാണിത്. ആ പുളിപ്പൊന്ന് പോയി കിട്ടാൻ വേണ്ടി, ആ ലെമണിൻ്റെ പുളിപ്പൊന്ന് പോയി കിട്ടാൻ വേണ്ടി നമ്മൾ 1 ഗ്ലാസിൻ്റെ പച്ചവെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ജെൻറ്റിലായിട്ടൊന്ന് മിക്സ് ചെയ്താൽ ആ പുളിപ്പെല്ലാം പോകും. അല്ലെങ്കിൽ പനീറിലൊരു പുളിപ്പിൻ്റെ ടേസ്റ്റ് കാണും. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളം ഒഴിക്കുന്നത്. എന്നിട്ട് നമ്മളിത് കിഴി പോലെ കെട്ടാം. ഒരു ബണ്ടിൽ പോലെ നമുക്കിതൊന്ന് കെട്ടാം. ഇതുപോലെ ഒരു ബണ്ടിൽ പോലെ ഫോം ചെയ്യുക. ഇപ്പം നമ്മൾ ഏത് ഷേപ്പിലാണോ നമ്മളിപ്പോൾ ചെയ്യുന്നത് ആ ഷേപ്പിൽ തന്നെയായിരിക്കും നമുക്ക് പനീർ വരുന്നത്. അതുകൊണ്ട് നമ്മൾ മാക്സിമം സ്ക്വയർ ഷേപ്പിൽ തന്നെ ഈ ബണ്ടിൽ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഉണ്ടാക്കുക. എന്നിട്ട് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. 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 1 ഗ്ലാസ് വെള്ളം ഒ
ഇതിൻ്റെ പുറത്ത് ഇതിങ്ങനെ തന്നെ വയ്ക്കുക. ഏത് ഷേപ്പാണോ ആ ഷേപ്പേ കിട്ടത്തുള്ളൂ. അതിനുശേഷം നമ്മുടെ കയ്യിലുള്ള ഈ ഇടികല്ല്, എന്തെങ്കിലും ഒരു വെയിറ്റ് വെച്ചാൽ മതി. ഇപ്പം എൻ്റെ കയ്യിൽ ഇടികല്ലാണുള്ളത്. ഇത് നമുക്കിതിലോട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ആ എക്സസ് വാട്ടറെല്ലാം പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇതിങ്ങനെ ഇതിൻ്റെ പുറത്ത് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇടികല്ല് അനങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ സപ്പോർട്ടിനാണ് കൊടുക്കുന്നത്. ഓക്കെ, ഇപ്പം നമ്മുടെ ആ വെയിറ്റ് നമ്മളതിൻ്റെ പുറത്ത് വെച്ചിട്ടുണ്ട്. താഴെ കംപ്ലീറ്റ് വെള്ളം ഡ്രെയിനായി പോകും. 1 മണിക്കൂർ നമുക്കിതുപോലെ തന്നെ വെച്ചേക്കാം. അതിനുശേഷം നമുക്ക് പനീർ നോക്കാം എങ്ങനെയാണുള്ളത്. ഇതിപ്പോൾ എക്സസ് വാട്ടർ പോകാൻ വേണ്ടിയാണ് നമ്മളിത് വെയിറ്റ് ഈ പനീറിൻ്റെ പുറത്ത് വെച്ചേക്കുന്നത്. ഈ കല്ല് വെറുതെ വെച്ചേക്കുന്നതാണ്. ഇത് താഴെ വീഴാതിരിക്കാൻ വേണ്ടിയിട്ടൊരു സപ്പോർട്ടിന് വേണ്ടി വെച്ചേക്കുന്നതാണ്, വേറൊന്നുമല്ല. ഓക്കെ, നമുക്കിത് ഇതുപോലെ വയ്ക്കാം. 1 മണിക്കൂറിന് ശേഷം നമുക്ക് നോക്കാം. ഇപ്പോൾ ഇത് 1 hour ആയിട്ടുണ്ട്. ഇപ്പം നമുക്കിത് ചെക്ക് ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റ്, നല്ല മോയ്സ്റ്റായിട്ടുള്ള പനീർ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കുഴിയാണ് കേട്ടോ, ചീഫിൻ്റെ കുഴിയാണ്. നമ്മൾ ഏത് ഷേപ്പിലാണോ വയ്ക്കുന്നത് ആ ഷേപ്പിൽ തന്നെ കിട്ടുമെന്ന് പറഞ്ഞില്ലായിരുന്നു. അതിൻ്റെ കുഴിയാണ് അങ്ങനെ ഇരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് നോക്കിയേക്കാം. നമ്മുടെ പനീർ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ എന്തുമാത്രം സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നതെന്ന്. നല്ല സോഫ്റ്റായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാം. ഓക്കെ, ഇതിനകത്ത് നമ്മളിപ്പം ഈ വേവ് വാട്ടർ, ഇപ്പം നമ്മളിത് ഡ്രെയിൻ ചെയ്യാൻ വെച്ച ഇതാണ് വേവ് വാട്ടർ. ഇത് നമുക്ക് ഒന്നുകിൽ എന്തെങ്കിലും സൂപ്പ് ഉണ്ടാക്കണമെങ്കിൽ ഇത് വെച്ച് സൂപ്പ് ഉണ്ടാക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഡ്രിങ്ക്സ് ആയിട്ട് നമ്മുടെ എന്തെങ്കിലും ജ്യൂസ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് ഒഴിച്ചിട്ട് കുടിക്കാം. ഇത് നല്ല ഹൈ പ്രോട്ടീനാണ്. ഇതിനകത്തും ഈ വേ പ്രോട്ടീൻ എന്നൊക്കെ പറയത്തില്ലേ, ആ ഇതാണുള്ളത്. ഡിസ്കാർഡ് ചെയ്യണമെന്നുണ്ടെങ്കിലും ഡിസ്കാർഡ് ചെയ്യാം, കളയണമെന്നുണ്ടെങ്കിലും കളയാം. ഇത് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. ഇതും നല്ലതാണ്. ഇതിനകത്ത് ആവശ്യത്തിന് മിനറൽസ് എല്ലാം ഉള്ളതാണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. പനീർ നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. ഓക്കെ, നമ്മളിപ്പോൾ ചെയ്ത് വെച്ചേക്കുന്ന പനീർ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിനകത്തായിട്ട് ഫ്രീസറിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് 1 month വരെ നമുക്കിത് കേടാകാതെ സൂക്ഷിക്കാൻ പറ്റും. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്തതിന് ശേഷം ഇത് കമൻറ്റ് ചെയ്യുക എങ്ങനെയുണ്ടെന്നുള്ളത്. ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വിത്ത് മീ ആദി എന്ന ചാനൽ. നല്ലൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു.